ഓണപരീക്ഷ കഴിഞ്ഞിട്ട് മലയാളത്തിന്റെ എക്സാം ഷീറ്റ് കിട്ടി. എല്ലാം കിട്ടി. ഏറ്റവും ഒടുവിലാണ് മലയാളത്തിന്റെ എക്സാം ഷീറ്റ് കിട്ടിയത്. അപ്പം നമ്മൾ വെറുതെ ചെക്ക് ചെയ്യുമല്ലോ, എന്തൊക്കെ എഴുതി, എങ്ങനെയാണ് എന്നൊക്കെ അറിയാം. അപ്പം അതിൽ ഫുൾ മാർക്ക് ഉണ്ടായി. അപ്പം ഞാൻ എഴുതിയത് എന്താണ് എന്നറിയാനുള്ള ഒരു കൗതുകത്തിന് പുറത്ത് ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോഴാണല്ല ഈ നിയമാവലി, അതായത് ഒരു കളിയുടെ നിയമാവലി എഴുതുക. അതിന് തൊട്ട് മുകളിൽ വേറൊരു കളിയുടെ നിയമാവലി അവർക്ക് ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ നിയമാവലി എന്തൊക്കെയാണ്, ഇഷ്ടപ്പെട്ട കളി, അതിന്റെ നിയമാവലി. അപ്പം ഇവൻ നാരങ്ങയും സ്പൂണും എഴുതി. അപ്പൊ അതിന്റെ നിയമാവലിയായിട്ട് ഒരു 6 എണ്ണം എഴുതി. അതില് 5ാമത്തത് അവൻ എഴുതിയത് നാരങ്ങ നിലത്ത് വീണാൽ അത് എടുത്തിട്ട് വീണ്ടും വെച്ചിട്ട് നടക്കണം എന്നുള്ള സാധനം. അപ്പൊ ഞാൻ അത് വായിച്ചു. പിന്നെ ലാസ്റ്റിലത്തെ നിയമാവലിയായിരുന്നു ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത്. ഞാനപ്പോ ഇവനെ നോക്കിയിട്ട് ചിരിച്ചു. എന്തിനാ അമ്മ ചിരിക്കണേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ ഇങ്ങനെയൊക്കെ ആരെങ്കിലും എഴുതുവോ ചോദിച്ചു. ഞാൻ അപ്പൊ അതിന് വേറൊന്നും ചിന്തിച്ചില്ല. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് കുഴപ്പമില്ലല്ലോ, കൊള്ളാലോ എന്നുള്ളൊരു സാധനം തോന്നില്ലേ നമുക്ക്. അപ്പൊ ഞാനത് നേരെ എടുത്തിട്ട് ഫേസ്ബുക്കിൽ അങ്ങനെ തന്നെ ഇട്ടു. ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട് ഇട്ടു. ഞാനത് അവിടെ ഇട്ടിട്ട് പോയി. പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് ഭീകരമായിട്ട് അത് ഷെയർ പോയി പല സോഷ്യൽ മീഡിയ പേജുകളിൽ. അങ്ങനെ പോയി. പിന്നെ KS രതീഷ് എന്ന് പറഞ്ഞിട്ടൊരു എഴുത്തുകാരനുണ്ട്, അവര് ഷെയർ ചെയ്തപ്പോഴാണ് ഞാനത് വീണ്ടും ശ്രദ്ധിക്കുന്നത്. അപ്പം അവിടെ കയ്യിൽ സാധനം പോയി എന്നപ്പോഴാണ് മനസ്സിലായത്. പിന്നെയാണ് മന്ത്രിയുടെ പേജ് പിറ്റേ ദിവസം രാവിലെയാണ്, അതായത് ഇട്ടു, തലേ ദിവസം രാത്രിക്ക് ഇട്ടു, പിറ്റേ ദിവസം രാവിലെയാണെന്ന് തോന്നുന്നു മന്ത്രിയുടെ പേജിൽ രാവിലെ 7 മണിക്ക് മന്ത്രിയുടെ പേജിൽ ഇത് കാണും. കറക്റ്റ് 7 മണിക്കാണ് മന്ത്രി. ഇല്ല, ഞാൻ തന്നെയാണ് കാണുന്നത്. എനിക്ക് രാവിലെ എണീറ്റ് ഫേസ്ബുക്ക് നോക്കണ പരിപാടി. അപ്പൊ ഞാൻ നോക്കുമ്പോ മന്ത്രിയുടെ പേജിൽ നേരെ ഈ കാണുന്നു. നമുക്ക് വരുമല്ലോ നമ്മളുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ, അൽഗോരിതം ഉണ്ടല്ലോ. അപ്പം അങ്ങനെ വന്നത് കണ്ട് ഞാനാകെ കൂടെ വണ്ടടിച്ചു. പിന്നെ അപ്പം മുതൽ കോളാണ്, നിറയെ ആളുകൾ വിളിക്കാൻ തുടങ്ങി. കാരണം മന്ത്രിയുടെ പേജിലേക്ക് വരുമ്പോഴേക്ക് അത് പിന്നെ മാറി. അപ്പൊ പിന്നെ എല്ലാരും ആളായി ബഹളായി എന്ന് പറഞ്ഞ അവസ്ഥയായി. നമുക്ക് ഇത് എഴുതിയ അഹാനെ അക്കൂന്നാണ് വിളിക്കുക. അപ്പൊ അഹാൻ മോനെ, ഇപ്പോ മോൻ എഴുതിയ ആ ഒരു വരി, അത് ഞാൻ ചോദിക്കട്ടെ, നിയമാവലി എഴുതാൻ പറഞ്ഞൊരു ചോദ്യം വന്നപ്പോ അത് എവിടുന്ന്, അത് ആരായിരുന്നു മോനോട്? എപ്പോഴെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും കളിക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ മോനോട്? അത് ആരാ മോനോട് പറഞ്ഞത്? അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. മനസ്സിൽ തോന്നിട്ട് എഴുതിയതാ? അക്കൂന് അങ്ങനെ മനസ്സിൽ തോന്നിയോ? ആണോ? അപ്പൊ ആദ്യത്തെ ഏതൊക്കെയായിരുന്നു എഴുതിയിരുന്നത്? നാരങ്ങ സ്പൂണിന്റെ നിയമാവലിയിൽ ആദ്യത്തെ ഉത്തരങ്ങൾ ഏതൊക്കെയായിരുന്നു? 5 പേർക്ക് മത്സരിക്കാം. ശരി, 5 പേർക്ക് മത്സരിക്കാം. പിന്നെയോ? രണ്ടാമത്തെ വരിയിൽ കൂടി തന്നെ നടക്കാവുള്ളൂ. ഓ ശരി. പിന്നെ മൂന്നാമത്തെ വരി തെറ്റിയാൽ പുറത്താകും. ശരി. നാരങ്ങ നിലത്ത് വീണാൽ പിന്നെയും എടുത്ത് വെച്ച് വേണം നടക്കേണ്ടത്. ഓക്കെ. നാരങ്ങ നിലത്ത് വീണാൽ പിന്നെയും എടുത്ത് വെച്ച് വേണം നടക്കേണ്ടത്. 5ാമത്തെയാണ് വൈറലായത്, ആണോ? അത് എഴുതി കഴിഞ്ഞ അമ്മ ഇങ്ങനെ വന്ന് ചോദിച്ചില്ലേ മോനോട്, ഇതാണോടാ ഇങ്ങനെയാണോടാ എഴുതുന്നതെന്ന് ചോദിച്ചില്ലേ? അപ്പൊ എന്താ തോന്നിയത് മോൻ? അപ്പൊ എന്തായിരുന്നു മറുപടി? പറഞ്ഞ അക്കു ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളു കേട്ടോ. എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നന്നായി സംസാരിക്കുന്ന ആളാണ്. ക്യാമറയൊക്കെ ഓൺ ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒന്ന് അടങ്ങിയിരിക്കുന്നത്. അക്കു പറയും. അപ്പൊ എഴുതി കഴിഞ്ഞ അമ്മ, ഇതിപ്പോ വൈറലായി, മന്ത്രി അപ്പൂപ്പനെ കാണാൻ പറ്റി, നിയമസഭയിൽ എത്താൻ പറ്റി, ഇതൊക്കെ ഒരു ഭാഗ്യമായിട്ട് കാണുന്നുണ്ടോ? ആണോ? എന്നിട്ട് ടീച്ചർമാരൊക്കെ എന്ത് പറഞ്ഞു ഇത് വൈറലായപ്പോ? കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞോ? അതിന് ഫുൾ മാർക്ക് കിട്ടിയല്ലേ? ആ മലയാള എക്സാമിന് ഫുൾ മാർക്കാണ്. എത്രയാണ്? എത്ര മാർക്കായിരുന്നു? ഫുൾ 25. ടീച്ചറെ നോക്കി ടീച്ചർ ശ്രദ്ധിച്ചിട്ടില്ല ഇതല്ലേ? അമ്മയാണ് ഇത് കണ്ടുപിടിച്ചത്. ടീച്ചർക്ക് 3 ദിവസമായിട്ട് പനിയേനു. ആണോ? ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് ഏതാ മോന്? മലയാളം തന്നെയാണ് ഇഷ്ടം. അപ്പൊ മലയാളം ടീച്ചറിനെ ഇഷ്ടമായിരിക്കുമല്ലോ. മലയാളം ടീച്ചറിന്റെ പേരെന്താ? ബീന ടീച്ചർ ഇത് കാണുന്നുണ്ടായിരിക്കും കേട്ടോ. ഇപ്പൊ അതാ അക്കു നമ്മുടെ അഹാൻ ദാ ടിവിയിൽ എന്ന് പറയുമായിരിക്കും ടീച്ചർ കാണുമ്പോ. ടീച്ചറിനോട് എന്താണ് പറയാനുള്ളത്? ടീച്ചർ എങ്ങനെയാ? ആളെങ്ങനെയാ? ഭയങ്കര സ്ട്രിക്റ്റ് ആണോ? കോമഡിയാ. എന്തൊക്കെയാ കോമഡി പറയണേ? പഠിപ്പിക്കണതിന്റെ ഇടയ്ക്ക് കോമഡി പറയോ? അത് എന്തെങ്കിലും നിലത്ത് വീണാൽ എന്തെങ്കിലും കോമഡി പറയും. പിന്നെ എന്തൊക്കെയാ അഹാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ? എന്തൊക്കെയാണ്? ഫോൺ കാണോ?
കുറച്ച് കുറച്ച് സമയം കാണുള്ളൂ നിമ്യ? ആ കുറച്ച് കുറച്ച് സമയം. സമയം. ഫോൺ എല്ലാത്തിനും ഉപയോഗം time table കുറച്ച് ഉണ്ടോ? അങ്ങനെ ടൈം ടേബിൾ ആയിട്ടില്ല, പക്ഷെ ഫോൺ ഉപയോഗം കുറച്ച് കുറവാ. കുറച്ച് കുറവാണ്. ടി വി കാണും? ടി വി കാണും, അത് ഭീകരമായിട്ടുണ്ട് അത്യാവശ്യം. എന്താണ് അക്കു ആഹാൻ ടി വിയിൽ കാണുക? കാർട്ടൂൺ. കാർട്ടൂൺ. ഏറ്റവും ഇഷ്ടമുള്ള കാർട്ടൂൺ ഏതാ? എന്തൊക്കെയാ കാണുന്നത്? ഏതൊക്കെ കാർട്ടൂണാ കാണുന്നത്? ഇംഗ്ലീഷ് ആണോ മലയാളമാണോ കാണുന്നത്? ഇംഗ്ലീഷും മലയാളം കാണാം. രണ്ടും കാണും. എന്നാലും ഏതാ ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ ചോദിച്ചാൽ ആരായിരിക്കും? ക്യാരക്ടർ ചോദിച്ചാൽ അമ്മയോട് ചോദിക്കണം. എനിക്ക് അങ്ങനെ ആവണം എന്നൊക്കെ തോന്നിയിട്ടുള്ള ക്യാരക്ടർ ആരായിരിക്കും? പെട്രോള്, ശിവ. ശിവ ഏത്? അല്ലേ? ശിവ മറ്റേ സൈക്കിളിൽ വരുന്ന കുട്ടിയല്ലേ? ഇഷ്ടാണ് ശിവയെ? ആണോ? എന്താണ് ശിവയുടെ പ്രത്യേകത? എന്താണ് അത് കൊറേ ഗാഡ്ജറ്റ്സ് ഉണ്ട് സൈക്കിളില്. പവർ സൈക്കിളാണ് അല്ലേ അത്? ഓ ശരി ശരി. അപ്പോ അഹാന് സൈക്കിള് ഓടിക്കാൻ അറിയാമോ? ആണോ? ഇഷ്ടമുള്ള കളി എന്താ? സ്കൂളിൽ കൂട്ടുകാരായിട്ടൊക്കെ എപ്പോഴും കളിക്കുന്ന കളി ഏതാ? ഫുട്ബോൾ ഇഷ്ടമാണോ? ആരെ ഇഷ്ടം? ഏത് ടീമിനെ ഇഷ്ടം? ഏത് രാജ്യത്തെ ഇഷ്ടം? പോർച്ചുഗൽ. അപ്പൊ പിന്നെ ആരായിരിക്കും ഞാൻ ചോദിക്കണ്ടല്ലോ അല്ലെ? ആരുടെ ഫാനാണ്? റൊണാൾഡോനെ പോലെ മുടി വെട്ടണം എന്നൊക്കെ പറയോ അമ്മയോട്? അമ്മ പറഞ്ഞ റൊണാൾഡോ ആയ അമ്മ എല്ലാരെക്കാട്ടും കുറഞ്ഞ റൊണാൾഡോന്റെ നമ്പർ ബാക്കിലെത്താൻ. ഓ അതുകൊണ്ടാണോ? അമ്മ റൊണാൾഡോ ഫാനാണോ? ആണ്. നിമ്മ എങ്ങനെയാണ്? ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞത് നമ്മള് പുതിയ അമ്മമാർക്ക്, ഞാൻ പറഞ്ഞ ഇപ്പോ ഉള്ള തലമുറയിലുള്ള അമ്മമാർക്ക് പാരന്റിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല കഷ്ടപ്പാടാണ്. പഴയ പോലെ അല്ല. പല കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ശ്രദ്ധ ഡീവിയേറ്റ് ചെയ്ത് വിടണം, അതേസമയം നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. അപ്പൊ എങ്ങനെയാണ് മോൻ നന്നായി എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടോ? അത്യാവശ്യം വായന എഴുത്തുണ്ട്. ഞാനത് നേരത്തെ തന്നെ നമ്മള് ഈ ശീലിപ്പിക്കില്ലേ, അങ്ങനെ നന്നായി വായിക്കണം, വായിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റൂ, അങ്ങനെയൊക്കെ പറയും. എല്ലാ കാര്യങ്ങളും ചെയ്യണമെങ്കിൽ വായന നിർബന്ധമാണെന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം ബുക്സ് വായിപ്പിക്കും. പിന്നെ ഈ ബാലഭൂമിയൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് അതിങ്ങനെ വാങ്ങിച്ചു കൊടുക്കും. കുട്ടി മാസികകളില്ലേ, അതൊക്കെ വാങ്ങിച്ചു കൊടുക്കും. പിന്നെ ഇപ്പൊ സ്കൂളിൽ നിന്ന് അവർക്ക് ലൈബ്രറി ഉണ്ട്, എല്ലാ വീക്കിലും എടുത്തിട്ട് റിവ്യൂ എഴുതണം വായിച്ചതിന്റെ. അതുകൊണ്ട് അങ്ങനെ അത്യാവശ്യം വായനാശീലിപ്പുണ്ട്. ആണല്ലേ? ഞാൻ അക്കുനെ നേരിട്ട് കാണുമ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ചൊരു ചോദ്യം ഉണ്ട്, അത് ചോദിക്കട്ടെ അക്കു? എപ്പോഴെങ്കിലും ഏതെങ്കിലും കളിയിൽ മത്സരിച്ചിട്ട് അക്കുനെ ആരെങ്കിലും തോറ്റപ്പോ കളിയാക്കിയിട്ടുണ്ടോ? കളിയാക്കിയിട്ടില്ല. അക്കു ആരെങ്കിലും കളിയാക്കിയിട്ടുണ്ടോ? പക്ഷെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ആരെങ്കിലും കളിയാക്കുന്നേ? ടി വിയിൽ കണ്ടോ? എവിടെയാ കണ്ടത്? അത് എങ്ങനെയായിരുന്നു സംഭവം? എന്ത് ചെയ്തപ്പോഴും ആരാ കളിയാക്കിയത്? അതൊരു ഗെയിം, അതില് ജയിച്ച കുട്ടി തോറ്റ കുട്ടിയെ കളിയാക്കുമ്പോ സങ്കടം. അതുകൊണ്ട് ജയിച്ച കുട്ടി തോറ്റ കുട്ടിയെ കളിയാക്കിയപ്പോ തോറ്റ കുട്ടിയുടെ സങ്കടം അക്കു കണ്ടു അല്ലെ? അപ്പൊ അന്നേരം മനസ്സിൽ കയറിയതാണത്. അപ്പോഴാണ് പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വരുന്നത്. എന്നാ കിടക്കട്ടെ എന്ന് വിചാരിച്ച് അവിടെ എഴുതി. നിമ്മിക്ക് ആദ്യം അതൊന്നും കത്തിയില്ലെങ്കിലും പിന്നെ ആ മനസ്സിലെ നന്മ അല്ലെ, ആ ഒരു സന്തോഷം നമ്മള് ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കില്ലല്ലോ. ആ ഒരു നിയമാവലി എന്ന് പറയുമ്പം ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്നുള്ള സാധനം ഒരിക്കലും ഒരു നിയമാവലിയായിട്ട് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ലല്ലോ. അപ്പൊ എനിക്കതൊരു തമാശയായിട്ടാ തോന്നിയത്. പിന്നെയാണ് അത് അങ്ങനെയല്ല, അതിൽ കുറച്ചൊരു നന്മയുണ്ടല്ലോ എന്നുള്ള സാധനം തോന്നിയത്. ശരി. അക്കു തിരുവനന്തപുരത്ത് വന്നിട്ട് എങ്ങനെയാണ് തിരുവനന്തപുരത്തേക്ക് വന്നത്? ഫ്ലൈറ്റില് ആദ്യമായിട്ടാണോ കയറുന്നത്? രണ്ടാമത്തെ തവണയാണ് കയറുന്നത്. ആദ്യം കയറിയത് എപ്പോഴായിരുന്നു? ഒരു വയസ്സുള്ളപ്പോഴോ? നിമ്മ എവിടെ പോയതായിരുന്നു ഒരു വയസ്സുള്ള കുഞ്ഞിനെ കൊണ്ട്? ഞങ്ങളൊരു ചെന്നൈ യാത്രയിൽ പോയതാ. അപ്പൊ തിരിച്ചു വരുമ്പം കണ്ണൂര് എയർപോർട്ട് വന്ന ടൈമായിരുന്നു. അപ്പൊ അങ്ങനെ ഇറങ്ങിയതാ ഒരാഗ്രഹത്തിന്റെ പുറത്ത്. ഓക്കെ. അപ്പൊ ഒരു വയസ്സിലെ അക്കുവിന് അത് ഓർമ്മയില്ല, പക്ഷെ ഇപ്പൊ വന്നത് എന്തായാലും മറക്കാൻ സാധ്യതയില്ല. ഒരു അനുഭവ കുറിപ്പൊക്കെ എഴുതണമെന്നുണ്ടോ? അമ്മ പറഞ്ഞു. എങ്ങനെയായിരിക്കും അനുഭവക്കുറിപ്പ് തുടങ്ങുന്നത്, എഴുതുന്നതൊന്ന് ഞങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിട്ട്? ഒരുപാട് പിള്ളേർ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടാവും. എന്നാലും എങ്ങനെയായിരിക്കും ആദ്യത്തെ വരി? എന്തായിരിക്കും? ഇന്ന് അച്ഛനും അമ്മയും ഞാനും കൂടി ഫ്ലൈറ്റിൽ തിരുവനന്തപുരത്ത് പോയി. ഫ്ലൈറ്റ് പോകുന്ന വഴിയിൽ കാർമേഘം കാരണം ഷേക്കായി. എന്നിട്ട് ഞാൻ ചെറുങ്ങനെ പേടിച്ചു. ഫ്ലൈറ്റ് പോയി ഞങ്ങൾക്ക് പേടിയായിരുന്നോ? അമ്മ അച്ഛനും അടുത്തുണ്ടായിട്ടും പേടിയായി? അച്ഛൻ അപ്പുറത്തെ സീറ്റില്ല. അമ്മയുടെ മടിയിലായിരുന്നോ? പിന്നെയോ?
ഞങ്ങൾക്ക് സീറ്റ് ഞങ്ങളുടെ 2 സീറ്റിലായിരുന്നു. ആ ശരി. Side ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഏറ്റവും അത്ഭുതം തോന്നിയതും ഒക്കെ എന്തായിരുന്നു ഈ യാത്രയില്, തിരുവനന്തപുരത്തേക്കുള്ള യാത്രയില് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തായിരുന്നു? തിരുവനന്തപുരം രാത്രിയിൽ നിയമസഭയിൽ പോയി. നമ്മള് ടിവിയിൽ കണ്ടിട്ടുള്ള നിയമസഭ നേരിട്ട് കണ്ടു, അകത്ത് കയറിയിട്ട് എല്ലാവർക്കും കാണാൻ ഒരു പറ്റും. പ്രാവശ്യം കണ്ടിന് വന്നിട്ട്. ആണോ? അത് സ്കൂളിൽ നിന്ന് വന്നിട്ടാ? അല്ല, പിന്നെയോ? എല്ലാം ടൂർ വന്നല്ലോ. ഓ, ടൂർ വന്നു. ആ, എന്നിട്ടോ? അന്നേരം അന്നത്തെ പോലെ അല്ല. അന്ന് അകത്ത് കാറ്റിട്ടില്ല. അന്ന് അകത്ത് കേറ്റൂല. ഇന്ന് വന്നത് അതിഥിയായിട്ടല്ലേ? അല്ലേ? വിളിച്ചിട്ടല്ലേ വന്നത്? ആണോ? അപ്പൊ ആ ഗംഭീരായിട്ട് വന്നു. നിമ്യ പറയും, നിമ്യക്കും കൂടി ആ ഒരു ഭാഗ്യം മകനിലൂടെ അല്ലേ? അതെ, നമുക്ക് മുൻപ് ഇതേപോലെ തന്നെ ഞാൻ വന്നിട്ടുണ്ട്. അന്ന് സന്ദർശക ഗാലറിയിലായിരുന്നു പഠിക്കുന്ന സമയത്ത് വന്നത്. പക്ഷെ ഇപ്പം സ്പീക്കറുടെ തൊട്ടടുത്ത് ഡിവിയില് ഇരിക്കാൻ പറ്റാന്നുള്ളത് അതൊന്നും ഇവൻ വഴി വന്നതാണ്. അതിൽ ഭയങ്കര സന്തോഷം. ആരൊക്കെയാണ് കണ്ടത്? അവരുടെയൊക്കെ റെസ്പോൺസ് എന്തായിരുന്നു? എങ്ങനെയാണ് ഇവിടുന്ന് അറിയിക്കായിരുന്നു വരാനായിട്ട്? ഇവിടുന്ന് സ്പീക്കറുടെ PA നേരിട്ട് വിളിച്ച് സംസാരിച്ചു. നമ്മുടെ ടൈം ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എപ്പോഴായാലും പ്രശ്നമില്ല പറഞ്ഞപ്പോൾ അവര് നേരെ ചാർട്ട് ചെയ്തിട്ട് വരാൻ പറഞ്ഞു.